സ്വർണം നഷ്ടപ്പെട്ടതായിട്ടാണല്ലോ നമ്മുടെ മുമ്പിൽ വരുന്ന ചില വിശദീകരണങ്ങൾ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം, അതുപോലെ മറ്റ് ചില കമൻസുകൾ, ചില വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് പുറത്തു വന്ന കാര്യങ്ങൾ, നമുക്ക് കിട്ടുന്നിടത്തോളം വിവരങ്ങൾ. സ്വാഭാവികമായിട്ടും ശബരിമലയിൽ സ്വർണത്തെ സംബന്ധിക്കുന്ന ആക്ഷേപം നിലനിൽക്കുകയാണ്. എന്നാൽ ഇതിനകത്ത് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം ഇത് 2025 ഒരു സംഭവം, 2019 ഒരു സംഭവം, ഇതുകൂടാതെ 1998-99 ഈ അടുത്ത കാലത്ത്, അതൊരു 25 കൊല്ലത്തെ സംഭവങ്ങളാണ്. അവിടെ വിജയമല്യ പൂശി എന്ന് പറയുന്ന സ്വർണം, അത് അന്ന് പത്ര റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴുള്ള കുറച്ച് ഡേറ്റാസ് ഉണ്ട്. ഇത്രയും വിഷയങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതിനകത്ത് ഇപ്പോൾ അവസാനം പറഞ്ഞ ബഹുമാന്യ സുഹൃത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാർ കൊണ്ടു കടന്ന് പഠിപ്പിച്ച് ഇങ്ങനെയൊക്കെ ഈ പ്രശ്നങ്ങളെ വികലമായി കാണാനുള്ള അവകാശമൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മോട്ടീവ് എന്തായിരുന്നു? അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കെടുത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇറക്കിയ ഒരു നമ്പർ അദ്ദേഹത്തിന് തിരിഞ്ഞു കുത്തുകയാണ് ഉണ്ടായത്. എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ആരോപണം ഉന്നയിച്ചത്? ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വയമേ തോന്നിയ ഒരു ആരോപണമല്ലത്. അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ചൊരു 26 ഹൈന്ദവ സംഘടനകൾ, ഇപ്പം നിങ്ങൾക്കൊക്കെ അവർ ചെറുതായിട്ട് ചിലപ്പോൾ തോന്നും, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെയുള്ള 26 ഹൈന്ദവ സംഘടനകൾ അയ്യപ്പ സംഗമത്തെ പോസിറ്റീവായിട്ട് കണ്ടു. അത് കേരളത്തിൽ മതേതരത്വം നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ടാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബദൽ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിട്ട് നടത്തിയ 2 പ്രഖ്യാപനമുണ്ട്. യഥാർത്ഥത്തിൽ കേരളം സ്വർണം പോലെ ചർച്ച ചെയ്യേണ്ടുന്ന 2 വിഷയമാണ്. ബഹുമാന്യരായ മീഡിയ വൺ ഭാരവാഹികൾക്ക് പോലും അത് ഗൗരവമായിട്ട് തോന്നുന്നില്ല എന്നുള്ളത് കുറച്ച് കഷ്ടമാണ്. കാരണം അവിടെ വാവരുസ്വാമിയുമായി ബന്ധപ്പെടുത്തിയും, അതുപോലെ ശബരിമലയിൽ ചെങ്കോട്ടുകോണ സ്വാമിയെ കൊണ്ടുവന്ന് അവിടെ സെക്കുലർ ഇടമല്ല എന്ന് പ്രഖ്യാപിച്ചതും ശബരിമലയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, കേരളത്തിൽ വളരെ ദൂരവ്യാപകമായി ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു തുടർച്ച മാത്രമാണത്. അപ്പം ശബരിമലയെ നിങ്ങളിങ്ങനെ സെക്കുലർ ഇടമാക്കി മാറ്റണ്ട, അത് ഞങ്ങൾ കമ്മ്യൂണൽ ഇടമാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറഞ്ഞു നോക്കി, പക്ഷേ കേരളം അത് ഏറ്റെടുത്തില്ല. കേരളം അതിൻ്റെ പുറകെ പോയില്ല. പിന്നെന്താണ്? അപ്പോഴാണ് അത് കഴിഞ്ഞപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വിവാദമായിട്ട് വന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ മാത്രമല്ല, 2003 മുതൽ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് 2003 മുതലോ അല്ലെങ്കിൽ 98 വിജയമല്യ പൂശിയപ്പം മുതലോ ഈ വിജയമല്യ ശുദ്ധാത്മാവാണോ? വിജയമല്യ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഈ വിജയമല്യ സ്വർണം കൊടുത്ത് അയ്യപ്പനെ വശത്താക്കാനൊക്കെ പരിശ്രമിച്ചു, നല്ലതായിരിക്കും. അദ്ദേഹം സ്വർണം കൊടുത്തത് ഭക്തർക്ക് ഇഷ്ടപ്പെട്ട് കാണും. പക്ഷേ വിജയമല്യ ഈ രാജ്യത്തെ 10,000-കണക്കിന് മനുഷ്യരുടെ വിയർപ്പുതുള്ളി അടിച്ചുകൊണ്ട് വിദേശത്ത് പോയി താമസിക്കുന്ന ആളാണ്. അയാളൊരു ക്രൂക്കറ്റ് മാനാണ്. അപ്പോൾ അയാൾ കൊടുത്തിട്ടുള്ള സ്വർണ്ണങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹം കൊടുത്തിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്നുള്ളതിന്റെ ലിസ്റ്റ് പുറത്തു വരണം. എന്ത് വേണം? തീർച്ചയായിട്ടും രാജ്യത്തെ വഞ്ചിച്ച് ഒരു നിമിഷം അങ്ങ് വിജയമല്യ റെഫർ ചെയ്തുകൊണ്ട് പറയാണ്. വിജയമല്യ ഈ സ്വർണം കൊടുക്കുമ്പോൾ ഇ.കെ. നായനാരാണ് കേരളം ഭരിക്കുന്നത്. തീർച്ചയായിട്ടും നായനാർ നിയമിച്ച ഒരു ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരിക്കും അവിടെ ഉണ്ടാവുക. ഈ കൊടുത്ത സ്വർണത്തിന് ദേവസ്വം ബോർഡിൽ കണക്ക് വേണ്ടേ? നായനാരുടെ കാലത്ത് വേണ്ടേ? പിന്നീട് പത്മകുമാറിന്റെ കാലത്ത് വേണ്ടേ? പ്രശാന്തിന്റെ കാലത്ത് വേണ്ടേ? ഇതിന് കണക്ക് എവിടെയാണ്?